വയനാട് നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു റിസോർട്ട് കണ്ടെത്തുക എന്നുള്ളത്. കാരണം അധികം റിസോർട്ടുകളിലെ മുറികളും 2-3 പേർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ, അത്രയേ അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. മാത്രമല്ല ഒരു ടീ എസ്റ്റേറ്റ് വാക്കും പിന്നെ വാട്ടർഫോൾസും ഒക്കെ ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളും പിന്നെ രാത്രി ആയാൽ ക്യാമ്പ് ഫയർ പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമസ്കാരം. നിങ്ങൾ പലരും എന്നോട് ചോദിച്ച ഒരു സംശയമുണ്ട്. കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും പലരും എന്നോട് ചോദിച്ച ഒരു സംശയമുണ്ട്. വയനാട്ടിൽ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ താമസിക്കാൻ പറ്റിയ അടിപൊളി റിസോർട്ട് ഏതാണെന്ന്. ഗ്രൂപ്പായിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ടുകളിൽ തന്നെ കുറേയധികം റൂമുകൾ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്, നമുക്ക് ലോസാണ്. ഈ റിസോർട്ട് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ റിസോർട്ട് ഒരു വില്ല റിസോർട്ടാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ വില്ലകളുണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് റിസോർട്ടുകളിൽ റൂം ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. റിസോർട്ടിൻ്റെ പേരാണ് ഡേസിൽ വില്ല റിസോർട്ട്. വയനാട്ടിലെ മേപ്പാടിയിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വലിയൊരു ഓഫ് റോഡ് ഡ്രൈവ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല റോഡാണ് ഇവിടെ എത്താൻ. ഏതൊരു കാറിനും ഈസിയായിട്ട് വരാൻ പറ്റും. ചേമ്പ്ര മലകളുടെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും. റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു 100 മീറ്റർ നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടുത്തെ റിസപ്ഷനിലേക്ക് എത്തും. അതിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നുമില്ല, കാരണം അതൊരു ചെറിയ ഓഫീസാണ്. എൻട്രൻസിലായിട്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷൻ ഫോൾസ് ഒക്കെ ഉണ്ട്. രാത്രി നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. രാത്രിയാണ് ഈ റിസോർട്ട് കൂടുതലും അട്രാക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയത്. ഈ റിസോർട്ടിൽ മൊത്തമായിട്ട് 10 വില്ലകളാണുള്ളത്. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ വില്ലകളൊക്കെ സൈഡിലായിട്ട് കാണാം. മുഴുവനും കാണാൻ പറ്റില്ല, കുറച്ചൊക്കെ അങ്ങ് താഴെയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന വില്ല, അതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വില്ല നമ്പർ 10. ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട്, മോളൂട്ടിയുണ്ട്, പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. എല്ലാ വില്ലയുടെയും താഴെ ഇങ്ങനെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കാർ സെപ്പറേറ്റ് ആയ ഒരു സ്പോട്ടിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ വില്ലയെക്കുറിച്ച് പറയാം. ഇത് ഒരു 2 ബെഡ്റൂം വില്ലയാണ്. ഇതിൽ താഴത്തെ സ്പേസിൽ ഒരു ലിവിംഗ് റൂം ഉണ്ട്, ഒരു ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ മുകളിലാണെങ്കിലും ഒരു ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. താഴത്തെ ലിവിംഗ് റൂമിൽ തന്നെയാണ് സോഫയും പിന്നെ കിച്ചൺ സ്പേസും ഒക്കെ ഉള്ളത്. പിന്നെ ഒരു ക്യാരം ബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് കളിക്കാം, കാരണം മറ്റുള്ള ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും ഈ റിസോർട്ടിലില്ല. ഇനി ഇവിടുത്തെ റൂമുകളുടെ ചാർജിലേക്ക് വരാം. 7 പേരാണ് മാക്സിമം ഒരു വില്ലയിൽ അലൗഡ് ആയിട്ടുള്ളത്. 2 പേർക്കുള്ള ചാർജ് വരുന്നത് 5500 രൂപയാണ്. 7 പേരാണെങ്കിൽ 8500 രൂപ വരും. അപ്പോൾ മാക്സിമം ഒരാൾക്ക് 1200 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ലാഭമാണ്. ഇതിലും സീസണൽ വേരിയേഷൻസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ഓൺലൈൻ റേറ്റ് ആണ്. നിങ്ങൾ നേരിട്ട് റിസോർട്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം മാത്രം റൂം ബുക്ക് ചെയ്താൽ മതി. ഈ വില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വില്ല ബേസ് കാറ്റഗറി വില്ലയാണ്. ബാത്റൂമിലാണെങ്കിൽ ഹീറ്റർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്നുള്ള മനോഹരമായ ചേമ്പ്ര പീക്കിലേക്കുള്ള ആ വ്യൂ തന്നെയാണ്. നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ല. പക്ഷെ കുറച്ചും കൂടി പ്രീമിയം റൂംസ് താഴെയുണ്ട്. അവിടെ നിന്നാണ് വ്യൂ അധികം നല്ല ഭംഗിയായി കിട്ടുന്നത്. റൂമും വളരെ ചെറുതാണ്, സ്പേസ് ഒക്കെ കുറച്ച് കുറവാണ്. കബോർഡ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അതൊക്കെ ചെറിയൊരു പ്രോബ്ലം തന്നെയാണ്. എല്ലാ വില്ലകളുടെയും മുൻപിൽ ഇതുപോലുള്ളൊരു ബാർബക്യൂ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ചിക്കനൊക്കെ പുറത്തു നിന്ന് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പുറകു വശത്തുള്ള എല്ലാ വില്ലകളുടെയും മുൻപിൽ ഈ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പും ഉണ്ട്. പിന്നെ ചില വില്ലകളുടെ മുകളിലൊക്കെ ഇങ്ങനെ വെജിറ്റേഷൻ ഗ്രോത്ത്, അതായത് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. സോ താഴെയുള്ള പ്രീമിയം കാറ്റഗറി വില്ലകളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഏരിയ ആണ്, നല്ല വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം. നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ ഇവിടെ കുറേ ഹോം സ്റ്റേസ് കാണാം. ഇതൊന്നും ഈ റിസോർട്ടിന്റെ ഭാഗമല്ല, സെപ്പറേറ്റ് ആയ കുറേ ഹോം സ്റ്റേസ് ആണ്.
ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി റൂംസ്. കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. റൂമും മറ്റുള്ള ചാർജും ഒക്കെ അറിയാൻ റിസോർട്ടിന് തന്നെ നേരിട്ട് ബന്ധപ്പെടുക. ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ താമസിച്ച വില്ലയിൽ നിന്ന് കണ്ടതിനേക്കാളും നല്ല വ്യൂ ആണ് ഈ വില്ലയുടെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. അതായത് ചേംബ്ര പീക്കിന്റെ ഒരു പനോരമിക് വ്യൂ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ വഴിയിലെ കൂടി നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറി വില്ലയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ വ്യൂ. ഇതിപ്പോൾ രാവിലെ ഒരു 7:30 മണിയായി കാണാം. നല്ല ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട് അങ്ങ് ചേംബ്ര മലകളിലേക്ക്. ചില ദിവസങ്ങളിൽ മഞ്ഞ് മൂടിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പോയാൽ ചിലപ്പോൾ ആ വ്യൂ കിട്ടണമെന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായി. ഇപ്പം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഈവനിങ് ഒരു 4:30 മണിയാകുമ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ എത്താൻ ഒരു ടീ എസ്റ്റേറ്റ് വാക്കൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നടന്നിട്ട് വേണം ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഞങ്ങൾ 4:30 ആകുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു. ഓൺ ദ വേ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ നമ്മൾ പുറകോട്ട് നോക്കിയാൽ നമ്മൾ റിസോർട്ട് അങ്ങ് ദൂരത്ത് കാണുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു ധാരണ വെച്ചാണ് നമ്മൾ ഫോൾസിൻ്റെ നേരെ നടന്നത്. എവിടെയാണ് ഈ ഫോൾസ് ഉള്ളതെന്ന് അറിയില്ല. ഇരുട്ടാവുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താനുണ്ട്. ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. വെള്ളം ഒട്ടുമില്ല കേട്ടോ. ഡിസംബർ മാസമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായും നല്ലൊരു വാട്ടർഫോൾ കാണാം. നിങ്ങൾ വരുന്നത് റെയിനി സീസൺ അല്ലെങ്കിൽ ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഇവിടെ നല്ല ഫോൾസ് കാണാൻ പറ്റും. ബട്ട് അറ്റ് പ്രസൻറ്റ് ദർ ഈസ് നോ വാട്ടർ, വെരി ലോ വാട്ടർ. പക്ഷേ എന്തായാലും ഇവിടെ ഇരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുപാട് സ്പേസ് ഇവിടെയുണ്ട്. എനിവേ ഒരു ഈവനിങ് എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഇവിടെയുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കാണും, അത്രയേ ഉള്ളൂ. കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല. സോ വി വെയർ നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ്. പക്ഷേ മോക്ക് വെള്ളത്തിൽ കളിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് നേരം കളിച്ചു. ഫോർ ഹെർ വി സ്റ്റേഡ് ദെയർ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. ഇതാണ് ഇവിടുത്തെ പൂളിലേക്ക് പോകേണ്ട വഴി. നമ്മളെ റൂമിൻ്റെ നേരെ മുകളിലായിട്ട് റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് സെക്ഷനിലാണ് ഈ പൂളുള്ളത്. ഇവിടുത്തെ പൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ടൈമിലും പോയിട്ട് ഈ പൂളിൽ കളിക്കാൻ പറ്റൂല. നേരത്തെ തന്നെ പറഞ്ഞിട്ട് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. 1 മണിക്കൂറാണ് ഒരു ഫാമിലിക്ക്, ഒരു വില്ലയിലുള്ള ഒരു ഫാമിലിക്ക് ഈ പൂളിൽ കളിക്കാനുള്ള ടൈം. ഇന്നലെ ഈവനിങ് നമ്മൾ ഈ വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സമയം ഏകദേശം 7 o'clock ആവാനായിരുന്നു. നമ്മൾ 7 o'clock ഈ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. ഈ പൂളിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. അവിടെ ബോർഡിലൊക്കെ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ പിന്നെയും ഗസ്റ്റുകളൊക്കെ 8 മണിക്ക് ശേഷവും അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിവിടുത്തെ സർവീസിൻ്റെ ഭാഗമാണ്. കുറേയൊക്കെ റൂൾസ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ. റിസപ്ഷൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ക്യാമ്പ് ഫയർ ഏരിയ ഉള്ളത്. ഞങ്ങൾ രാത്രി ക്യാമ്പ് ഫയറിന് വേണ്ടി ചോദിച്ചപ്പോൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒരുക്കി തന്നിരുന്നു. ഇതാണ് ഇവിടുത്തെ സർവീസിൻ്റെ ഒരു ഗുണം. ഗസ്റ്റുകളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ് ഇവിടുത്തെ സ്റ്റാഫ്സ്. നമ്മളൊരു ആവശ്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് നിറവേറ്റി തരുന്നുണ്ട്. രാവിലെ ആണെങ്കിലും ടീ പറഞ്ഞാൽ ഏത് ടൈമിലാണെങ്കിലും പെട്ടെന്ന് നമുക്കത് കൊണ്ടുതരുന്നുണ്ട്. ഈ റിസോർട്ടിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിൽ സ്വന്തമായിട്ട് ഒരു ഇൻഹൗസ് റെസ്റ്റോറൻ്റ് ഇല്ല. നമ്മൾ വൈകുന്നേരം തന്നെ മെനു നോക്കിയിട്ട് എന്താണ് രാത്രിക്ക് വേണ്ടത് എന്ന് ഓർഡർ ചെയ്താൽ ആ ഫുഡ് അത് ആ സമയത്ത് നമുക്ക് രാത്രിയാകുമ്പോൾ നമ്മൾ കഴിക്കാനുള്ള ടൈം ആകുമ്പോഴേക്കും അവരെത്തിച്ചേരും. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരത്തെ തന്നെ നമ്മൾ കാണിച്ചല്ലോ, ക്യാരം ബോർഡൊക്കെ റൂമിലുണ്ടായിരുന്നല്ലോ, അതൊക്കെ കളിച്ചിട്ട് കുറച്ച് രാത്രി വൈകിയാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഇവിടുത്തെ നൈറ്റ് ആംബിയൻസും ഒരു രക്ഷയില്ല കേട്ടോ. കിഴു ആംബിയൻസ് ആണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അത് പുറത്തു നിന്നല്ല, ഇവിടുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് ഇഡ്ഡലിയും വെള്ളയപ്പം, പിന്നെ കറിയായിട്ട് പച്ചടി, സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത് റിസപ്ഷന് മുന്നിലായിട്ട് വരും. ക്യാമ്പ് ഫയർ ഏരിയയുടെ തൊട്ടരികിലാണ്. പിന്നെ ഇവിടെ നടക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ പോയ ആ ഒരു ഏരിയ അല്ല ഇത്, ടീ എസ്റ്റേറ്റിൻ്റെ ഏരിയ അല്ല ഇത്. കുറച്ച് മുകളിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ കോഫി പ്ലാന്റേഷനൊക്കെ ഉണ്ട്. നല്ല ഒരു ക്ലൈമറ്റാണ്, നല്ലൊരു ആംബിയൻസ് ആണ് ഈ റിസോർട്ടിൽ. പിന്നെ ഒരുപാട് ഇങ്ങനെയുള്ള മരങ്ങളും പലതരം ഫ്രൂട്ട്സും ഒക്കെ ഈ റിസോർട്ടിൽ കാണുന്നുണ്ട്. സോ ഞാൻ ഈ റിസോർട്ടിനെ കുറിച്ച് എല്ലാം കവർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
So it's Jijit Narayanan signing out from my Tripzz. Thank you for watching this video.